PCOS, PMOS എന്നാണോ അറിയപ്പെടുന്നത്? ഇതൊരു പുതിയ അസുഖമാണോ? PCOS ഉള്ള എല്ലാവരും നിർബന്ധമായിട്ടും ഇത് അറിഞ്ഞിരിക്കണം. ഫസ്റ്റ് ഓഫ് ഓൾ പേടിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. ഇതൊരു പുതിയ അസുഖവുമല്ല. PCOS എന്ന് പറഞ്ഞാൽ പോളിസിസ്റ്റിക് ഒവേറിയൻ സിൻഡ്രോം എന്നാണ്. PMOS എന്ന് പറഞ്ഞാൽ പോളി എൻഡോക്രൈൻ മെറ്റബോളിക് ഒവേറിയൻ സിൻഡ്രോം എന്നാണ്. രണ്ട് അസുഖവും സെയിം തന്നെയാണ്. ഇതിന് സിംറ്റംസിനെ ബേസ് ചെയ്ത് കുറച്ചുകൂടെ ആപ്റ്റ് ആയിട്ടുള്ള ഒരു പേര് ഓൾമോസ്റ്റ് ഒരു 10 വർഷത്തിന് മുകളിലുള്ള ഗ്ലോബൽ കൺസൾട്ടേഷന്റെ ഭാഗമായിട്ട് ഒട്ടേറെ പെൺകുട്ടികളിൽ നടത്തിയിട്ടുള്ള സ്റ്റഡീസിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു പേരിൽ ഒരു ചേഞ്ചസ് വരുത്തിയിരിക്കുന്നത്. ഈ ഒരു പേരിന്റെ ചേഞ്ചസ് വരാൻ കാരണം PCOS എന്ന് പറഞ്ഞാൽ ഓവറിയിലെ സിസ്റ്റും പീരിയഡ്സിന്റെ പ്രോബ്ലവും മാത്രമല്ല, ഹോർമോൺസ് അഫക്റ്റഡ് ആണ്. ഇൻസുലിൻ ഹോർമോൺ, ആൻഡ്രോജൻ, കോർട്ടിസോൾ, ഈസ്ട്രോജൻ, അങ്ങനെ ഒട്ടേറെ ഹോർമോൺസ് ഇതിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. മെറ്റബോളിസത്തെ നന്നായിട്ട് ബാധിക്കുന്നുണ്ട്. ഫാറ്റ് സ്റ്റോറേജ് കൂടും, ഫാറ്റ് ബേണിംഗ് കുറയാൻ കാരണമാകുന്നുണ്ട്, ഇൻഫ്ലമേഷൻസ് കൂടാം. അതുകൊണ്ട് തന്നെ വെയിറ്റ് ഗെയിനും വയറ് ചാടുന്നതും വണ്ണം കുറയാത്ത കണ്ടീഷനും ഒക്കെ ഇതിൽ അഫക്റ്റഡ് ആണ്. അതുപോലെ തന്നെ സ്കിന്നിലും ചേഞ്ചസ് വരുന്നുണ്ട്. കഴുത്തിലും മുഖത്തും കഷത്തിലും ഒക്കെ പിഗ്മെന്റേഷൻ പോലെ വരിക, ആഗ്നയുടെ പ്രോബ്ലംസ് വരിക, ഹെയറിന്റെ ഇഷ്യൂസും കോമൺ ആണ്. ഹെയർ ഫോൾ ആണെങ്കിലും ഹെയർ തിന്നനിങ് ആണെങ്കിലും കഷണ്ടി പോലെ ആകാനും ചാൻസസ് ഉണ്ട്. ഇത് കൂടാതെ മോർ ഓവർ മെന്റൽ ആൻഡ് ഇമോഷണൽ ഹെൽത്തിനെ വളരെയധികം ബാധിക്കുന്നുണ്ട്. അമിതമായിട്ടുള്ള മൂഡ് സ്വിങ്സും സ്ട്രെസ്സും ആൻസൈറ്റിയുടെ പ്രോബ്ലംസും ഒക്കെ PCOS പേഷ്യന്റിന്റെ നെഗ്ലക്ട് ചെയ്യാൻ പാടില്ലാത്ത സിംറ്റംസ് ആണ്. ഇതിനോടൊപ്പം റീപ്രൊഡക്റ്റീവ് ഹെൽത്തിനെയും ഇത് ബാധിക്കുന്നുണ്ട്. പ്രഗ്നന്റ് ആവാനും ബുദ്ധിമുട്ട് ഫേസ് ചെയ്യുന്ന ഒട്ടേറെ പേഷ്യൻസ് ഉണ്ട്. ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ളത് PCOD എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു സിസ്റ്റ് ഫോർമേഷനോ അല്ലെങ്കിൽ പീരിയഡ്സിന്റെ ഇറഗുലാരിറ്റീസോ അല്ല. ഈ പറഞ്ഞ സിംറ്റംസ് കാണിക്കുന്നുണ്ടെങ്കിലും സ്കാനിങ് ചെയ്യുമ്പോൾ ചില പേഷ്യൻസിന് സിസ്റ്റിക് ഫോർമേഷൻ അതിൽ കാണിക്കാറില്ല. അതുകൊണ്ടാണ് PCOS ജസ്റ്റ് ഒരു ഓവറിയുടെ പ്രോബ്ലം മാത്രമല്ല, അതൊരു ഫുൾ ബോഡീനെ അഫക്റ്റ് ചെയ്യുന്ന ഒരു ഡിസീസ് കണ്ടീഷൻ ആണ്. അതുകൊണ്ട് തന്നെ ഹോൾ ബോഡി കൺസിഡർ ചെയ്ത് റൂട്ട് കോസ് ഐഡന്റിഫൈ ചെയ്ത് ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് വരുത്തിയാൽ മാത്രമേ നമുക്ക് PCOS അഥവാ PMOS നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. എൻ്റെ മിക്ക വീഡിയോസിലും അതുപോലെ തന്നെ ക്ലിനിക്കിൽ വരുന്ന പേഷ്യൻസിൻ്റെ അടുത്തും എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ജസ്റ്റ് ബ്ലീഡിങ് കാണിച്ചത് കൊണ്ട് കാര്യമില്ല. PCOS അഥവാ PCOD അല്ലെങ്കിൽ PMOS നമുക്ക് റൂട്ട് കോസ് മനസ്സിലാക്കി ഫുൾ ബോഡി കൺസിഡർ ചെയ്തുകൊണ്ട് ട്രീറ്റ് ചെയ്യേണ്ട ഒരു അസുഖമാണ്. അവരുടെ ഇമോഷണൽ ആൻഡ് മെന്റൽ സിംറ്റംസിനെയും കൺസിഡർ ചെയ്തുകൊണ്ട് ലൈഫ് സ്റ്റൈൽ ചേഞ്ചസിലും ഒരു മാറ്റം വരുത്തിയാൽ മാത്രമേ നമുക്ക് PCOS അഥവാ PMOS നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. PCOSന്റെ ട്രീറ്റ്മെന്റ് എടുക്കുന്നവർ ഇതുകൂടി കൺസിഡർ ചെയ്തുകൊണ്ടാണോ നിങ്ങൾ ട്രീറ്റ്മെന്റ് എടുക്കുന്നതെന്ന് ജസ്റ്റ് ഉറപ്പുവരുത്തിയാൽ മാത്രം മതിയാകും.